ഒന്നുമില്ല. എന്തേലും പറയൂ തൂമിനോട്. ഇത് സോളോ ഇന്റർവ്യൂ, 2 ഓഡിയൻസ് എക്സ്ട്രാ Two speakers. ലേലുവല്ലു ശരിക്കും ഉണ്ടോ അതിനകത്ത്? ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. ഇറ്റ് വാസ് പ്രിയദർശൻ സർ. ഇതെന്താണ്? ഹലോ, നമസ്കാരം. ഇന്ന് എനിക്ക് കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ടുഡേ ഇൻ NVM ഞാൻ വിടമാട്ടെ ബൈ കീർത്തി വി ആർ സെലിബ്രേറ്റിംഗ് എ സിനിമ, the creativity and the people behind it, welcoming on to Njan Vidamatte by Keerthi, the team of Sue from Zo. Welcome to Njan Vidamatte. Thank you. How is it in being in Dubai now? ടർബോക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, അതിന്റെ പ്രൊമോഷൻ ആ ടൈമിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ നല്ല ഒരു സ്നേഹം എന്താ വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ വി കം ഫ്രം ഇന്ത്യ, സോ വി റിമൈൻഡ് ദം ഓഫ് ദെയർ ഹോം ടൗൺ ആൻഡ് like, you know, for us Dubai is always people. The homeliness. Ade right? Yeah. Ivare This is second time I'm coming over. Okay. So first time when I came, it was with my friends, and this time with the team. And this time, like, it is more, I'm more happy and at the same time nervous also, because you people are coming to take interviews. Yeah, the whole word disturbing. No, nothing. ആക്ച്വലി നമ്മൾ ഏതൊരു ഫിലിം എടുത്തു കഴിയുമ്പോഴും പലപ്പോഴും ആ ഫിലിം കാണുമ്പോഴാണ് നമുക്ക് അത് കാണാൻ ഒരു സസ്പെൻസ് ഉണ്ടായിരിക്കും, അത് കാണാൻ. പക്ഷേ ഈ ഒരു ഫിലിം എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഓഫ് ദ നെയിം സൂ ഫ്രം സോ the suspense starts. അത് intentional ആയിരുന്നു. when you gave that name you wanted it to carry a suspense, അങ്ങനെയായിരുന്നു? എന്താ വെച്ചാൽ നമ്മുടെ എപ്പോഴും എൻ്റെ ഇതാണ് ഐഡിയ ആണ്, പടത്തിന്റെ ടൈറ്റിൽ if you know the story a little more then it should have a more meaning. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ പടം ഒന്ന് മൊട്ടയ കഥ, അത് ഏത് മൊട്ട എന്താ അത് അറിയത്തില്ല നമുക്ക്. പടം കണ്ടാൽ അല്ലെങ്കിൽ അത് പടത്തിൽ when the film starts itself like you understand what the film is about. ഈ പടത്തിന്റെ പേര് സുലോചന ഫ്രം സോമേശ്വര. പക്ഷെ ആ പേര് എന്തിനാ വന്നത്? You will have a small gist in the trailer itself. പക്ഷെ പടത്തിലാണ് അതിന്റെ ആ ക്യാരക്ടർക്ക് എത്ര സ്പേസ് ഉണ്ട്, ഈവൻ ദോ ദ ക്യാരക്ടർ ഇസ് നോട്ട് ദെയർ, എത്ര സ്പേസ് ഉണ്ട്, എത്ര പ്രസൻസ് ഉണ്ട്, അത് നമുക്ക് അറിയത്തുള്ളൂ. സോ ദാറ്റ്സ് ദ റീസൺ സൂ ഫ്രം സോ. ഇന്റൻഷണൽ ആണ് അത്, ഇന്റൻഷണൽ ആയിട്ട് that, but I think it has done justice because നമ്മൾ എന്താണോ അത് ഇതെന്തായിരിക്കും ഈ സൂ ഫ്രം സോ എന്ന് പറഞ്ഞ് കാണുമ്പോഴാണ് we see all that thing coming up and it's really amazing. Thank you. I actually wanted to say this തുടക്കത്തിൽ എനിക്ക് പറയണമായിരുന്നു that I watched the movie. I am the one who did I did the review for this, not because I know I am a good critic or anything. But I wanted people to know എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ സ്ട്രെസ് ബസ്റ്റർ എന്ന് വെച്ചാൽ ഒരു നമുക്ക് അത്രയും അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ സക്സസ്. എനിക്ക് തുടക്കത്തിൽ ആദ്യം പറഞ്ഞു തുടങ്ങണമെന്നുണ്ടായിരുന്നു. ഏതൊരു മൂവി നമ്മൾ എടുക്കുമ്പോഴും നമുക്കൊരു സ്പാർക്ക് കാണും. ഫോർ ഈച്ച് ഓഫ് യു വിൽ ഗെറ്റ് എ സ്പാർക്ക് വേർ ഇറ്റ് സേസ് ദാറ്റ് this project is on. I am feeling this project is on. When was that feeling for each of you? When did you our feeling appada kittiya? The project on annanda. Yeah. The project malpodu panna spark e padikkinire. Ee defana chat onnu. So he want me to start, then he can think for. Yeah. So എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒന്നും അല്ല. നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് തന്നെ. ഇവർ പറഞ്ഞില്ലേ ടീമിന്റെ കൂടെ വന്നു, അങ്ങനെയല്ല, ഇതും ഫ്രണ്ട്സ് തന്നെ. അവർക്ക് ടീം എങ്ങനെ ആയി എനിക്കറിയില്ല. ഓക്കെ, സോ JP എങ്ങനത്തെ റൈറ്റർ, അവരുടെ സ്ട്രെങ്ത് എന്താ, അത് എല്ലാ ടീമുക്ക് അറിയും. അപ്പോൾ അവര് ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ എവറി സിംഗിൾ ഡേ വി ഡിസ്കസ് അബൌട്ട് ദ പ്രോജക്റ്റ്. Not because somebody is doing ഇത് producer ആണ്, ഇത് actor, അങ്ങനല്ല. We are friends discussing cinema. We don't know what role we are taking at all. But the project becomes so entertaining even in the narration stage. അത്ര ഒരു entertainment ഉള്ള ഒരു project ആണ്. Then our intention was this entertainment shouldn't be limited to us. It should be served to people. അപ്പോൾ നമ്മുടെ റോൾ എന്താ? ഓക്കെ, എൻ്റെ റോൾ ഓക്കെ, എനിക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ ആക്ടർ ഉണ്ട്. So he is a good actor. He'll match this thing. So he will be casted as an actor. Then we start other things. So it's not that we are a production house looking for the script or anything like that. It's that we had a script within us. So we played the role of production house. He played the role of director. He played the role of actor. Just like
കുറച്ച് ഫ്രണ്ട്സ് when they're sitting Correct. together and discussing some Correct. idea and we say നമുക്ക് ഈ ബിസിനസ് ചെയ്യാമെന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെ ഷെയറിംഗ് ദ സെയിം പാഷൻ. അതെ അതാണ് നിങ്ങളുടെ എസെൻസ് ഓഫ് ഐ മീൻ ഇറ്റ് മൈറ്റ് ബി എ വെരി ക്ലീഷേ ക്വസ്റ്റ്യൻ, പക്ഷെ നിങ്ങളുടെ എസെൻസ് ഓഫ് ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇസ് ദ പാഷൻ, ഈ ഒരു മൂവി പാഷൻ തന്നെയായിരിക്കും അല്ലേ? അത് തന്നെ എന്താ വെച്ചാൽ see we are all from a small part of Karnataka. അത് മംഗളാപുരമാണ്. അവിടെ ഈ ഒരു സിനിമ കൾച്ചർ ഇല്ല. അവിടെ കൂടുതൽ നമുക്ക് തിയേറ്റർ കൾച്ചർ ഉണ്ട്. അപ്പോ നമ്മുടെ ഭാഗ്യമാണ് we can do cinemas. That's our privilege, that's our luxury. So we don't need anything more than that. Making a good cinema is another luxury. Making a good cinema which is a theater blockbuster, it's a dream for anyone. So our whole idea is to make a cinema and to enjoy the process and to be truly involved in it. That's the reason, like, you see an actor who is nervous about an interview, a director who doesn't want to talk in an interview, because they are not prepared for this. Because the process that they enjoy is the making of the cinema. Unfortunately, I can't tell it, because even if I stay silent, then the interview wouldn't go anywhere. That's the thing. You were just now mentioning about that small part of Mangaluru where you come from. I am just intrigued by something. എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയ ഒരു കാര്യമാണ് ഈ തുളു എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്. ദാറ്റ് ഹാസ് എ സെപ്പറേറ്റ്, ലൈക്ക് നമ്മൾ മറാത്തി ഹിന്ദി ഒക്കെ പോലെ തന്നെ തുളു കന്നഡ. അപ്പം you are an artist who was handling, and Tamil I think the language from Tamil Nadu naturally is Tulu. And you also wanted to direct a movie. Apam, what is your connection to Tulu movies and how do you feel it will upcome? Ipam nammal Kannada movies, you're giving us this Garuda Gamana we are getting it, Oru Motte Kade we are getting. So എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ തുളു, ഡു യു സീ ദാറ്റ് കൈൻഡ് ഓഫ് ദിസ് തിങ് ഇൻ തുളു? നിങ്ങൾ അതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്? എന്താ വെച്ചാൽ എന്റെ ആദ്യത്തിൽ തുടങ്ങിയത് തുളു തന്നെ. എന്റെ മദർ ടങ് ആണ് തുളു. So everybody who mother tongue is Tulu. അപ്പോൾ ആദ്യത്തിൽ എനിക്ക് ഒരു 3 ഇയർ ഞാൻ ട്രൈ ചെയ്തു ഒരു തുളു പടം ചെയ്യണം. പക്ഷെ എന്താ വെച്ചാൽ അവിടെ തിയേറ്റർ സെറ്റപ്പ് കുറവാണ്. ഒരു 14 തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്, ഒരു ചെറിയ പോപ്പുലേഷൻ. അത് കർണാടകയുടെ ഒരു പ്രൊവിഷൻ, ഒരു പാർട്ട്. അപ്പോൾ എനിക്ക് അത് I couldn't do the cinema. എന്താ വെച്ചാൽ ഇത് ആദ്യത്തിലല്ലേ, എനിക്കും പ്രൊഡ്യൂസേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുമോ എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ കുറച്ചും കൂടി ഇതുണ്ട്, എന്താ റൂൾസ് ഉണ്ട്. സിനിമ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ആൾക്കാർ അതൊക്കെ അഗ്രി ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഫസ്റ്റ് ഇതല്ലേ. അപ്പോൾ ഞാൻ ഒരു 3 ഇയർ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിട്ടു. എന്താ വെച്ചാൽ എൻ്റെ ഐഡിയ ആണ് ടു ടെൽ സ്റ്റോറി, നോട്ട് ടു മേക്ക് സിനിമ. So then I thought, like, if I'm telling a story, why should I depend on cinema so much? Let me do a short film. Because I didn't had a commercial purpose for a cinema. It was always like, I need to tell a story. Appo I wrote a short film in Kannada, Ondu Motteya Kathe. Appo adu endina Kannadathil ezhudiyadu parnal aa oru Mangalore Kannadayil oru korchum koodi introvertness varum. Endha vechal Mangalore Kannada parnal avada Tulu localites, they will think in Tulu and speak in Kannada. Like how we Indians sometimes think in then we speak in English. Appo adinte pratyekatha endha parnal adinte punch korchum koodi slow aanu. Aa oru slowness aa script ku oru very important part. അങ്ങനെയാണ് ഞാൻ കന്നഡയിൽ എഴുതിയത്. അപ്പോൾ അത് എൻ്റെ ഇന്നൊരു ഫ്രണ്ട് അത് കണ്ടിട്ട് ഇത് ഷോർട്ട് ഫിലിം ചെയ്യണ്ട, ഇത് ഫിലിം തന്നെ ചെയ്യൂ. I mean, then he supported me to make that film. So then the film happened. That's how I became a Kannada filmmaker. Will you go back? നിങ്ങൾക്ക് you have a plan? ഇപ്പം നിങ്ങളൊരു ലൈറ്റർ ബുദ്ധ പ്രൊഡക്ഷൻ ഹൗസ്, you guys are friends. നിങ്ങൾ നേരത്തെ കുറേ ഫിലിംസിൽ ജോയിൻ ചെയ്തിട്ട് ഗരുഡ ഗമന, you all work together. അപ്പം ഈ തുളുവിൽ ഫിലിംസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റുമോ? 100% ചെയ്യണം. എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടുതൽ പോയിട്ടുണ്ട്. അവിടെ ഒരു 14 തിയേറ്റർ സെറ്റപ്പിൽ നമുക്ക് റിസ്ട്രിക്റ്റഡ് ബഡ്ജറ്റിൽ ചെയ്താൽ മാത്രം അത് ഇൻഡസ്ട്രിക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ, വിൽ സ്പെൻഡ് എ ലോട്ട്, ബട്ട് ദാറ്റ് ഡസന്റ് ക്രിയേറ്റ് എനി hope for the industry. We might recover the money, but that is not the idea. It should change the entire setup how it is operating right now. That is our idea. So for that to happen, we need a lot of time. ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നത് പറഞ്ഞാൽ, ഓക്കെ 75 lakhs പടം ചെയ്താൽ നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമല്ല, ബഡ്ജറ്റ് ഇല്ല, അപ്പോൾ ടൈം നമുക്ക് കൂടുതൽ വേണം.
We need to make it so slow that we plan it so well that we can restrict the whole budget in 75 or 1 crore. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ കുറച്ചും കൂടി ടൈം വേണം. We are actually trying to find a script which can be done in Light Up Buddha films in Tulu. Kannada we will do. But in Tulu we need to do that. But we are trying to search that when we find the right balance, which can look like a profitable business on paper, and also it will be hope for the future of the industry. And the whole industry എന്ന് വെച്ചാൽ തുളു എന്ന് മാത്രമല്ല, പക്ഷേ ഇത് കന്നഡ ഇൻഡസ്ട്രി എവറിഥിങ് വിൽ ബി നോൺ ആസ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? അതെ അതെ, അത് വേണം, എപ്പോഴും അത് വേണം. If we do a film, it should be a hope for the industry. It shouldn't be one time wonder. Yes. ഇപ്പം നിങ്ങൾ നേരത്തെ കുറേ മൂവീസ് എടുത്തു കഴിഞ്ഞാൽ, കന്നഡ മൂവീസിൽ എടുത്തു കഴിഞ്ഞാൽ ഐ ഹാവ് സീൻ വെൻ യു വർക്കിംഗ് ടുഗെദർ, ബി ഇറ്റ് ഗരുഡഗമനയിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദു മിത്തോളജി അതിനകത്ത് വരുന്നുണ്ട് വിത്ത് മോഡേൺ ക്രൈം. അപ്പം ഈ ഫിലോസഫി, ഫോക്ലോർ, ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സൂഫ്രം സോ ഒരു നാട്ടും പ്രദേശത്ത് നടക്കുന്ന ഒരു ഗോസ്റ്റ് കഥ. നമ്മളെല്ലാരും കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ ഒരു സമ്മൺ വിൽ കം ആൻഡ് ടെൽ us ലൈക്ക് ഇങ്ങനെ അവിടെ ഒരു മാവിലല്ല എന്തിലായിരുന്നു പ്രേതം വരുന്നത്, പനയില്, എന്നോട് ക്ഷമിക്കുക, അതിലൊരു പ്രേതമുണ്ട്. നമ്മളെല്ലാരും വി ഓൾ ഹിയർ സച്ച് കൈൻഡ് ഓഫ് സ്റ്റോറീസ്. സോ ആക്ച്വലി From Zo, is it like a folklore story അങ്ങനെയാണോ, അതോ something from your experience you have heard or seen? I know Ravi Anna, for that matter, I have heard you saying that he is one person, but I also know someone like him, like we all, every village have a Ravi Anna. So how is the From Zo? Is it like that? നമ്മുടെ നിങ്ങളുടെ ബിലീഫ്, പാർട്ട് ഓഫ് ബിലീഫ് സിസ്റ്റത്തിൽ ഇതൊക്കെ ഉണ്ടോ, ഈ ഫിലോസഫി, ഫോക്ലോർ, is it all there? ഒന്നുമില്ല, എന്തേലും പറയൂ തുമിനാണ് ഇല്ലെങ്കിൽ ഇത് സോളോ ഇന്റർവ്യൂ, 2 ഓഡിയൻസ് എക്സ്ട്രാ, ഇന്റർവ്യൂ ചെയ്യുന്നു. Two speakers. ഞാൻ ചോദിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ ആൾക്കാർ പറയും ഒരാളോട് മാത്രം ചോദ്യം ചോദിച്ചു. No, he is telling 1 speaker, 2 speakers. The sound speaker. ഒന്നുമില്ല. എന്റെ നാടുണ്ടല്ലേ, തമിഴ്നാട്, അവിടെ കുറെ ക്യാരക്ടർ ഉണ്ടായി. അതിന് ഞാൻ ചില ഇൻസിഡന്റില് കണ്ടിട്ടുണ്ടായി. ഇങ്ങനെ എന്റെ ഫ്രണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായി, ഞാന് അങ്ങനെ ആക്ട് ചെയ്തു വീട്ടില്. ആക്ട് ചെയ്തു. എന്റെ അച്ഛല്ല പേടിച്ചിട്ട് എനിക്ക് പണയല്ല കൊടുത്തു, പൈസ കൊടുത്തു. അത് എന്റെ തലയിൽ ഉണ്ടായി. ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആകുമ്പോ ആ ക്യാരക്ടർക്ക് എസ്കേപ്പ് ആവേണ്ട ഒരു ഇതുണ്ടല്ലോ, അതിന് യൂസ് ആക്കിയത് ആണ് അത് ഫിലോസഫി. അത് I think see what happens is, I don't consider that like every filmmaker should be able to actually tell how the process happened. It's as if like a carpenter is carving a beautiful this thing, but if you ask like how did you do that, he may not be able to do that. He may not be able to put it in words. So like if I can try to like quantify what he's trying to tell us, see, for a filmmaker everything that goes into his life is an experience, and that becomes a story inside him, unless like he's a modern filmmaker who is only inspired by films. There are people who will only be inspired by films because their other part of the life will be so poor. There won't be stories in life. But fortunately for our generation, the stories were from life. The stories were from people. You asked Garuda Gamana Rishabhavahana. The story came from a Yakshagana, which is like a Kathakali, where I saw Devi Mahatme Devi giving birth to Brahma, Vishnu, Maheshwara. That idea stayed in my head and became a film. With him, his film, his friends, അവരുടെ സ്റ്റോറി, അവരുടെ കുട്ടി കുട്ടി സ്റ്റോറികൾ നിങ്ങൾ പറഞ്ഞു. എന്റെ ചെറുപ്പകാലത്തിൽ ഇങ്ങനത്തെ സ്റ്റോറി ഉണ്ടായിരുന്നു. ആ സ്റ്റോറി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് അതേ സ്റ്റോറിയാണ്, അതേ ഫിലിമാണ്, അല്ലേ? അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഫോക്ലോർ ആണ് അപ്പം കൂടുതൽ നമ്മളെ അതേല അട്രാക്ട് ചെയ്തു. അത് നമ്മുടെ ചെറുപ്പകാലത്തിൽ അതാണ് നമ്മുടെ എന്റർടൈനിങ് ഫാക്ടർ. ഫോക്ലോറും യക്ഷഗാനവും കഥകളിയും ഇങ്ങനത്തെ ഒരു പാട്ടുകളും ഇതാണ് നമ്മുടെ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും അവരുടെ സ്റ്റോറിയും അവരുടെ എക്സാജറേറ്റഡ് സ്റ്റോറിയും. ഇപ്പൊ ഈ പടത്തിൽ കണ്ടാലും ഇവരുടെ സുഹൃത്തുക്കളും എക്സാജറേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാരല്ലേ എല്ലാരും കുട്ടികൾ ഈ പടത്തിൽ എല്ലാരും എക്സാജറേറ്റ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ ഐഡിയ ഓഫ് ദ ഫിലിം.
നമ്മളിപ്പം പറഞ്ഞു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾക്ക് സ്റ്റോറീസ് കേൾക്കുന്ന കാര്യം, ഫോക്ലോറിൻ്റെ കാര്യം പറഞ്ഞു, പാട്ടുകളുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഐ ഫീൽ ലൈക്ക് കന്നഡ മൂവീസ് സോങ്സ് ഹാവ് എ ക്യാരക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. ഇപ്പം ഒന്ന് മൊട്ടയിൽ എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് കർണാട്ടിക് മ്യൂസിക് ഇൻസ്പിറേഷൻ ഉണ്ട്. സൂഫ്രം സോയിലേക്ക് നോക്ക്, ഗരുഡഗമനയിൽ ലൈക്ക് ഡ്രംസ് ആൻഡ് ഫോക്സ് ദാറ്റ്സ് ഹാപ്പനിങ്. ബട്ട് വെൻ യു കം ടു സൂഫ്രം സോ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്, ലൈക്ക് ക്വർക്കി ആയിട്ട് ബാവ, ഞങ്ങളുടെ മലയാളത്തിൽ പറയും അളിയൻ വന്നല്ലോ, ആ പാട്ട് ഇസ് ലൈക്ക് യുനോ നമ്മൾക്ക് ഭയങ്കര ഡാൻസ് ആന്തം വരുന്നത്. സോ why this quirky side? Who took that decision, on why was this kind it's a of team decision. Yeah. See, what is happening is we also, as a production, we need to understand where is the sound space of cinema right now. ഇപ്പോൾ ഓഡിയൻസ് മാത്രമല്ല, നമുക്കും പടത്തിൽ കാണുമ്പോൾ ചില സമയത്തിൽ ആർആർ കേൾക്കുമ്പോൾ നമുക്ക് ഇത് ആർആർ എങ്ങനെയാണ്, ആർആർ ഓക്കെ ആണ്, അത് റെഗുലർ പരിപാടി ഉണ്ടല്ലേ, ആ റെഗുലർ പരിപാടി പറഞ്ഞാൽ എന്താ? അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വെൻ വി ഡു എ സിനിമ. So whatever that is considered regular, we need to avoid. Then we need to find the sound of the cinema which is new and also which is apt. അതാണ് നമ്മുടെ ഫൈൻഡിങ്. ഫോർച്ചുനേറ്റ്ലി വി ഗോട്ട് 2 മ്യൂസിക് ഡയറക്ടർ, രണ്ടും പുതിയ ചെക്കന്മാരാണ്. ഒരു നമ്മുടെ സോങ് ചെയ്തിട്ടുള്ള പയ്യൻ, അവന്റെ പ്രായമാണ് ഒരു 19-20, കോളേജ് സ്റ്റുഡൻ്റ് ആണ് സുമേത്. ഇന്നൊരു ചെക്കൻ, അവന് നമ്മുടെ സുഷീനിക്ക് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്പീരിയൻസ് എന്നാണ്, സന്ദീപ് തുളസിദാസ് പറഞ്ഞിട്ട്. ഇങ്ങനെ 2 പിള്ളേർ നമ്മൾ സെലക്ട് ചെയ്തു. സോ വി ബിലീവ്ഡ് ഇൻ ദം. വി പ്രൊവൈഡഡ് ദ ഐഡിയാസ് ദാറ്റ് വി വാണ്ടഡ് ദം ടു ഡു ദാറ്റ്. സോ അപ്പോൾ ഈ വിഷ്വൽ സ്പേസിൽ കാണുമ്പോൾ ഒരു നാട്ടിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, പക്ഷെ സൗണ്ട് സ്പേസിൽ വരുമ്പോൾ ഒരു നാടൻ പാട്ടിന്റെ പോലെ വന്നല്ലോ അളിയൻ, ഇറ്റ്സ് വെരി സിമ്പിൾ. അത് എന്താ വെച്ചാൽ ആ ക്യാരക്ടറും അത്ര സിമ്പിൾ തന്നെ. ആ ക്യാരക്ടർ കാണുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പ്രെഡിക്റ്റബിലിറ്റി. ആ ക്യാരക്ടർ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതെങ്ങനെ നിങ്ങൾക്ക് അത്ര പ്രെഡിക്റ്റബിൾ ആവും പറഞ്ഞാൽ, you have seen people like that in your family, in your village. It might be your like an ammavan or like an alien, but there are people like that. So that's the reason sound is actually underlining the same thing. It is actually accentuating the whole scene and trying to tell that what will happen from this alien. So that's the idea of the film. So we kept on putting those ideas. One is Nadan part, one is a rap, and like these kind of ideas, so that the film can look fresh and new. അത് ശരിക്കും ഫീൽ ചെയ്യാന്ന് വെച്ചാൽ വെൻ യു റീച്ച് എ പോയിന്റ്, ചിലപ്പോൾ നമ്മൾ ആ സീൻ കാണുന്നില്ലെങ്കിൽ തന്നെ അളിയൻ അപ്പം നമുക്കറിയാം അത് നമുക്ക് ശരിക്കും അതാണ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇതിന്റെ ആ പാട്ട് നമുക്ക് എടുത്താൽ ആ ഒരു ക്യാരക്ടർ തന്നെ താഴ് വരും. The moment that song comes, it will accentuate the whole thing and you know what to expect from this character. പക്ഷെ അവൻ വരുമ്പോഴാണ് അവനക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉണ്ട് ഈ പടത്തിൽ. അവന്റെ വലിയ ഡിസിഷൻ അവൻ എടുക്കുന്നു. പക്ഷെ അവന്റെ പാട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പോയി, ഇത് കയ്യിൽ നിന്ന് പോയി. അതാണ് ഇതിന്റെ ഐഡിയ. Whenever I meet you, wanted to ask you something, like because we are all like Mamuka fans, everyone. I'm Lalaton and Mamuka fan. We are used to seeing them and saying Turbo, when you were acting with him, ഞാൻ ഇങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട് that because Malayalam, you are like dialogues were in Malayalam. അപ്പം he was mouthing the dialogues and all for you. പിന്നെ എന്തെങ്കിലും intense fight scenes നൊക്കെ സമയത്ത് he calls you before that. How was what is the fondest memory and how അതല്ലേ ഫസ്റ്റ് എനിക്ക് തമിഴ് അറിയില്ല, മലയാളം ചെറുതായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും, തമിഴ് അറിയില്ല. തമിഴ് എനിക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇതിൽ എൻ്റെ ക്യാരക്ടറാണ് തമിഴിയൻ. വലിയൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലെജൻഡ് മുമ്പ് അത്ര വലിയ ഡയലോഗ്, അവരുടെ ഒരു ഡയലോഗും ഇല്ല. He's just like, it's a police station scene. If you have seen the film, like, he'll be sitting in this thing and he'll be watching this. So that was the scene. And they have given me 1.5 page dialogue and I have practiced the whole night. അപ്പോൾ ഞാൻ പോയി മോർണിംഗ് പോകുമ്പോൾ ഇവരെല്ലാം എടുത്തിട്ട് മലയാളത്തേക്ക് മാറ്റി. അപ്പോൾ ഒരു 2 മിനിറ്റ് ഉണ്ട്, സാർ ഇത് ഡയലോഗ് ചേഞ്ച് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ, you need to come to Karnataka. I'll change the dialogue in last moment to Kannada and give it to you. So that is my, but ഇപ്പോൾ എൻ്റെ കോൺഫിഡൻസ് പോയില്ലേ ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഷോട്ട് അത്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണം എനിക്കറിയില്ല. അപ്പോൾ അതിന് റിതം അറിയില്ല, ലാംഗ്വേജ് അറിയില്ല. നോർമൽ മലയാളം അറിയും, പക്ഷെ പടത്തിൽ ഒരു ചെറുതായിട്ടൊരു സ്റ്റൈലുണ്ട്, ഒരു ഇതുണ്ടല്ലേ, അത് എന്താ ചെയ്യണം എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു. സാർക്ക് മനസ്സിലായത്, ബിക്കോസ് ഹി ഹാസ് സോ മച്ച് എക്സ്പീരിയൻസ്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട്, രാജാ ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട് കന്നഡയിൽ. ആ സർ, ഷിക്കാരി പറഞ്ഞിട്ട്.
അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കന്നഡ ഇത്ര ഹൗ യു ആർ സ്പീക്കിംഗ് മലയാളം ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ് യു ആർ ഡൂയിങ് വെരി ഗുഡ് പ്ലീസ് കണ്ടിന്യൂ ഇറ്റ് സി അത്ര ഒരു കോൺഫിഡൻസ് അവർ കൊടുത്തു ബിക്കോസ് ഹി റെക്കഗ്നൈസ് ദാറ്റ് ലൈക്ക് ഐ എം നോട്ട് ഏബിൾ ടു ഡെലിവർ ഇറ്റ് ബിക്കോസ് ഓഫ് ലൈക്ക് ലാസ്റ്റ് മൊമെന്റ് ചേഞ്ച് ഓക്കെ so that was such a sweet gesture and then there was one sequence where like I had to keep a hand on his shoulder like I was like, Oh, yeah. can I touch you it's fine no like yeah adu koppilla and then like and fight and all kick and all I never used to touch that is something I can't do I said like I wouldn't do that at all so I would go till here and like stop it and he said why are you not touching he is not touching like he is not kicking man like sir I need to cross Kerala and need to reach my home I am not touching but he is such a great human being Yeah. and he's very very simple to understand very direct Yeah. and very loving and he's like a person who would take care of you and hold your hand and but he wouldn't show that like he cares that much. I can actually make a book of these comments that people tell about Mamuka. Whenever I interview, Yeah, I yeah. hear a lot about this. Because our time is short, I'm trying to make it brief. I Yeah. want to ask a lot of things, Yeah. though you both are not talking, but still, okay? ഇവരുടെ ഒരു ആൻസറും വന്നിട്ടില്ല No, it's okay. Still, please ask me. When you see Kannada movies, ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ കുറേ മലയാളം മൂവീസ് കന്നഡയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മണിച്ചിത്രത്താഴാണ് ആപ്തമിത്ര വന്നിരിക്കുന്നത്, ദൃശ്യം ദൃശ്യമായി, കിരീടം മോഡട മറേലി എന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും. സോ നിങ്ങൾ ആ സമയത്ത് ഹാവ് യു വാച്ച്ഡ് എനി ഓഫ് ദിസ് റീമേക്സ് ആൻഡ് നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പം നമുക്ക് സൂ ഫ്രം സോ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഡിഡ് യു ഗെറ്റ് എ ചാൻസ് ടു കണക്ട് ടു ദോസ് മൂവീസ്? നമ്മൾ ആക്ച്വലി ഇതില് ഒറിജിനൽ തന്നെ കണ്ടിട്ടുണ്ട് നമുക്ക് ഡബിളല്ല നമ്മൾ എൻ്റെ ഫസ്റ്റ് ഇതാണ് എക്സ്പോസിഷൻ ആണ് CID മൂസ മീഷു മാധവൻ കോമഡിയുടെ പവറാണ് അത് ട്രാവൽ ആവും ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ആവും പിന്നെ ഫോർ ദ പീപ്പിൾ വരുമ്പോഴാണ് I had a crush on a Malayali girl like Lajjavati was a favorite song so yeah but cinema travel but for us the real grip on Malayalam this thing was from Bangalore days and Premam പിന്നെ ചാർലി ഇത് നമുക്ക് actually later stages those film actually made us love Malayalam cinema and then like we started following also. Yeah, അപ്പം പക്ഷെ ഒറിജിനൽസ് ഓൾ യു ഹാവ് വാച്ച് ലൈക്ക് ഡബ് കാണാതെ തന്നെ ഒറിജിനൽസ് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ആപ്തമിത്ര അല്ലെങ്കിൽ മണിച്ചിത്രത്താഴിലെ ഒരു ഡയലോഗാണ് ഞാൻ വിടമാട്ടെ, അതാണ് എൻ്റെ ഷോയുടെ പേര് ആക്ച്വലി. ആൻഡ് ജസ്റ്റ് വൺ ലാസ്റ്റ് സെഷൻ ബിക്കോസ് ജസ്റ്റ് എന്നെ ഇവർ സമയം പോയെന്ന് പറഞ്ഞുകൊണ്ട് ഐ വാസ് ജസ്റ്റ് ഫിനിഷ്. ഓക്കെ, there are few ഒരു 9 words I will say. ഇത് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഫിലിമിൽ ലാലേട്ടൻ ഇതിനകത്ത് പറയുന്ന കുറച്ച് വേർഡ്സ് ആണ്. ഞങ്ങൾക്ക് അത് കന്നഡ വേർഡ്സ് ആണ്, പക്ഷെ ഞാനതൊന്ന് ഡീകോഡ് ചെയ്യാൻ നോക്കുകയാണ്. നീ ಹೇಳೋದು ಗೊತ್ತಿಲ್ಲ, അതിന്റെ അർത്ഥം എന്തായിരുന്നു? എനിക്കറിയില്ല നിങ്ങൾ എന്താ പറയുന്നത്. ഹള്ളി, വില്ലേജ്, ഊര്. അങ്കള, അങ്കള is the front of the house. ಹುಡುಗಿ, പെണ്ണ്. ഓക്കെ. ಅಲ್ಲಿ ಒತ್ತ, ಉಂದ, ಅಲ್ಲಿ ಒಂದ, ಅಲ್ಲಿ ಒಂದ, ಅಲ್ಲಿ ಒಂದ, ಅಲ್ಲಿ ಒಂದು അപ്പൊ അതെ അവിടെ വന്നു ಅಲ್ಲಿ ಒಂದ, ಅಲ್ಲಿ ಒಂದ. ലാലേട്ടൻ ചായ കുടിക്കുമ്പം is telling to ശോഭന ಅಲ್ಲಿ ಒಂದ. give it there one. ಅಲ್ಲಿ ಒಂದು, അവിടെ ഒന്ന് ಅಲ್ಲಿ ಒಂದು. ക്ഷമിസಬೇಕು, അത് ഞാൻ പറയേണ്ടതാണ്. ഇത് ശരിക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. മുത്തുഗാവു അതിനകത്ത് പറയുന്നുണ്ടല്ലോ. ഇല്ല, അത് പ്രിയദർശൻ സാർ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയം കുറെ എടുത്തത് കൊണ്ട് ലേലുവല്ലു ലേലുവല്ലു ശരിക്കും ഉണ്ടോ അതിനകത്ത്? ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. ഇറ്റ് വാസ് പ്രിയദർശൻ സാർ. ഇതെന്താണ്? അല്ല, ഞാൻ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയതായിരുന്നു. But thank you so much for being a part. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ there is one thing that is called this is called Book of Vidamatte. So this is a Book of Vidamatte. This has all the guests who came previously for my interview writing a question for you. So you can write an answer for that and question for the next guest. Okay. I don't know who is the next guest. That's right. But last year ഇത് തൻവി റാം ആണ്. She is an actress from Malayalam. Whom would you take along with you if you had to live one day on an island with no other humans on that island? തൻവി റാമല്ലേ, എൻ്റെ ഫ്രണ്ടാണ്.
Yeah, I think she can come. Tanu and a friend. I Yeah. think I would take my dog. Oh, you are a dog lover, right? Yeah. My question will be. Yes. I 777 Charlie. Yeah, no. വിടമാട്ടെ വിടമാട്ടെ ഇങ്ങേ നിന്ന് നിന്നെ ഓ വിടമാട്ടെ Yeah, I think. Can you write your name, all of your sign? I have it. Yeah, can you also write all three of you? Yeah, പേര് എഴുതിയാൽ മതിയോ എന്താ പേര് പോലും എഴുതി So I asked, should I tell the question? എന്തോ Should I tell the question or and you have a question for the next person, I right? have written? Yeah, what is the question? Are you happy in life? That's amazing. That's a deeper question. No. Can I get a picture also? Yeah.